തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് പോലീസ് കേസെടുത്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടി എന്ന പരാതിയിലാണ് കേസ്. ശ്രീധുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട് പറഞ്ഞു. 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതക കാരണങ്ങളിൽ അവ്യക്തത തുടരുന്നതിനിടെയാണ് സാമ്പത്തിക തട്ടിപ്പിൽ അമ്മ ശ്രീധുവിനെതിരെ കേസെടുത്തത്. ജോലി വാഗ്ദാനം ചെയ്ത ബാലരാമപുരം സ്വദേശികളിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. വ്യാജരേഖ ചമക്കൽ, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് നടപടി. ശ്രീധുവിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മഹിളാ മന്ദിരത്തിൽ നിന്ന് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ശ്രീധുവിനെ വിശദമായി ചോദ്യം ചെയ്തു. ഇതിനിടെ ദേവസ്വം ബോർഡിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട് പറഞ്ഞു. ഞങ്ങൾ ഇതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടോ റിക്രൂട്ട്മെന്റ് ബന്ധപ്പെട്ടോ നമ്മൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഇത് വ്യാജരേഖ ചമച്ചാണ് ഇതിൽ കക്ഷിയായ ഈ കുറ്റവാളി ഇത് ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ, FIR സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.